വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ എംപിമാർ പിന്തുണയ്ക്കണമെന്ന KCBC നിലപാടിനെ സ്വാഗതം ചെയ്ത കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് എതിരല്ല ബില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. KCBC നിലപാട് സ്വാഗതാർഹമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും പ്രതികരിക്കുകയുണ്ടായി. ബി ബാലഗോപാൽ വിവരങ്ങൾ വായിച്ചിരുന്നു. ബാലഗോപാൽ, KCBCയുടെ നിലപാടാണ് അത്. ഇവിടുത്തെ എംപിമാർ എല്ലാവരും അതിനെ പിന്തുണയ്ക്കണമെന്ന്. അതിനോട് എങ്ങനെയാകും എംപിമാരുടെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ നിന്ന് എംപിമാർ ഇക്കാര്യത്തിൽ ഇന്ന് എന്തെങ്കിലും പ്രതികരണത്തിന് സാധ്യതയുണ്ടോ? ദിവിഷ, ഇന്നലെ KCBCയുടെ ഈ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ BJPയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. ഈ KCBC ആവശ്യപ്പെട്ടതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ എംപിമാരും ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് ഒരു പടി കൂടി കടന്ന് കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന 2 അംഗങ്ങളാണ് KCBCയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. KCBC മുന്നോട്ട് വയ്ക്കുന്നത് ഈ വഖഫ് ബില്ലിലെ ഭരണഘടനാ വിരുദ്ധവും അന്യായവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന ആവശ്യമാണ് KCBC മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ എംപിമാരും ഈ വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവും ഈ KCBC നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് രാഷ്ട്രീയത്തിലുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്നും അതുകൊണ്ട് തന്നെ KCBC ആവശ്യപ്പെട്ടതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ എംപിമാരും ഈ ബില്ലിനെ പിന്തുണയ്ക്കണം, അതായത് വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കണമെന്നുമാണ് ഇപ്പോൾ കിരൺ റിജിജുവും ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും BJPയും കേന്ദ്ര സർക്കാരും ഈ KCBCയുടെ ഈ പ്രസ്താവനയെ ഒരു വലിയ പ്രചാരണ വിഷയമാക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഗതം ചെയ്തിരിക്കുന്നു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള എംപിമാർ എന്തായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്.